ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ്. ഒരു 8 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴക്കൂട്ടം ഇറങ്ങിയത്. അപ്പം ട്രെയിനിലെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുക്കാൻ വിചാരിച്ച് ഇവൻ നേരത്തെ എണീറ്റ് കേട്ടോ. ട്രെയിനിൽ ഇറങ്ങുന്നതിൻ്റെ കുറച്ച് മുമ്പേ എണീറ്റ് ട്രെയിൻ ഇറങ്ങി ഞങ്ങൾ ഊബർ വിളിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പം സാധാരണ 7:45 ട്രെയിൻ എത്താറ്. ഇന്ന് ലേറ്റായി, 8:15 ആയിട്ടുണ്ട്. 8:15 കഴിഞ്ഞിട്ടുണ്ട് ട്രെയിൻ എത്തുമ്പോൾ. അപ്പം തന്നെ വേഗം ഊബർ വിളിച്ചു. ഇന്ന് ഏട്ടന് ഓഫീസിലും പോകാണ്ട്, മോന് സ്കൂളിലും പോകാണ്ട്. അതുകൊണ്ട് ലേറ്റ് ആവാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഞങ്ങളിത് ഊബറൊക്കെ വിളിച്ച് നേരെ വീട്ടിലേക്ക് പോയി. ഏട്ടനും മോനും ഒക്കെ പോയി. ഞങ്ങളിന്നൊരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് പത്തിരി ഉണ്ടായിരുന്നു, അതും ഒരു തക്കാളിയും ഉള്ളിയും മുളകിട്ടത്, പിന്നെ അതും കഴിച്ച് മോന് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പത്തിരിയും പഴവും ഒക്കെ ആക്കി കൊടുത്ത്. ഇവിടെ ആകെ അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. ഒക്കെ വാരി വലിച്ചിട്ടതാണ്. ഇനി ഇതൊക്കെ വൃത്തിയാക്കണം, ഒക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കണം, ഉച്ചക്കത്തേക്കുള്ള തിരുമ്പാനുണ്ട്, അത് ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ അതാ അടുക്കള ആകെ വാരിയിട്ടതാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതും ഒക്കെ കൂടിയായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അവന്മാർ തന്നെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ഫുഡ് കഴിക്കണം. സമയം ഇതാ 10 മണിയാവാനായി. അപ്പോൾ നമുക്ക് നേരെ വേഗം പണിയൊക്കെ തീർക്കാം. പോകുന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം 9:30 ക്ലാസ്സിന് 9:45 ഇവിടുന്ന് പോയത്. കാരണം നല്ല തിരക്കായിരുന്നു, ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാം കൂടി കാണിച്ച് വരുമ്പോൾ പിന്നെ 9:45 ഇറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്നും കാണിച്ചില്ല. ഒക്കെ ഒരു പ്രാവശ്യം ഞാൻ ഒരു വ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണാം. പാത്രങ്ങളൊക്കെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ചോറായി. ബാക്കി കറികളും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവച്ച് ഇനി ഇവിടെ ക്ലീൻ ചെയ്യാൻ ബാക്കി പണിയുള്ളൂ. അപ്പോൾ നമുക്ക് പാലൊന്ന് വാങ്ങാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ പാലൊന്ന് ജസ്റ്റ് പോയി വാങ്ങി വരാം. അപ്പോൾ സമയം 12:30 ഒരു ഫ്രിഡ്ജിൽ വെക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് വേഗം പോയിട്ട് ഒന്ന് റെഡിയായി പാൽ വാങ്ങി വരാം. അപ്പം ഞാൻ എന്താ പോവാണ്. ഒന്ന് പാത്രം കൂടി എടുത്താളാം. ഇനി അവിടെ പോയിട്ട് പാത്രം ഇല്ലെങ്കിലോ. പാത്രം അവിടെ തന്നെ അല്ല, ഇതാ പാത്രം ഇവിടെ കിടക്കുകയാണ് പാത്രം. അങ്ങനെ നമുക്ക് വേഗം ഒന്ന് പാല് വാങ്ങി വരാം. പാല് മാത്രമല്ല കേട്ടോ, മുട്ടയും വാങ്ങാണ്ട്. നാളത്തേക്ക് മുട്ടയില്ല. അപ്പോൾ അതും കൂടി ഒന്ന് വാങ്ങി വേഗം പോയിട്ട് വരാം. അതാ നല്ല വെയിലാട്ടോ. ജനലൊന്നും അടച്ചില്ല, വേഗം വരാമല്ലോ. അപ്പോൾ നമുക്ക് പാല് വാങ്ങിയിട്ട് കാണാം. കുറച്ചേ നടക്കാറുള്ളൂ കേട്ടോ. പക്ഷേ ഈ കയറ്റം ഇറക്കമൊക്കെ ആയിട്ട് കിതയ്ക്കും. ഞാൻ പാല് കാണുന്ന വീട് കാണിച്ചു തരാം. അങ്ങനത്തെ നമ്മൾ വീടെത്തിയതാട്ടോ. വീട് പാല് വാങ്ങിയിട്ട് കാണാം. പാലും മുട്ടയും ഒക്കെ വാങ്ങി അങ്ങനെ തിരിച്ചു പോകാം കേട്ടോ. പാലും കോഴിമുട്ടയൊക്കെ വാങ്ങി വന്ന് ഞാനിതാ വെള്ളമൊക്കെ തിളപ്പിച്ച് മീനൊക്കെ വറുത്ത്. ഇനി ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും കാര്യങ്ങളേ ഉള്ളൂ. സമയം 1 മണിയായി. ഇനി 1:45 ഏട്ടൻ വരും. ഏട്ടൻ വന്നിട്ട് മോനെയും കൂട്ടാൻ ഞാൻ കൂടെ പോകും. കാരണം ഇന്ന് ഏട്ടൻ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളിലുണ്ട്. ഞാൻ കൂടെ പോവും. എന്നിട്ട് അവനെയും കൂട്ടിയാണ് വരിക. ഒരു മഴക്കാറ് പോലെ ഉണ്ട് കേട്ടോ. മഴ പെയ്യൂലായിരിക്കും. പണിയൊക്കെ കഴിഞ്ഞിട്ടോ, എല്ലാം കഴിഞ്ഞ്. ഇനി ഞാൻ മോനെ കൂട്ടാൻ പോകണം ഏട്ടൻ്റെ കൂടെ. 1:30 അപ്പോൾ അതാ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയാണ്. ലഞ്ചിന് എന്താ, മിൽക്കി മിസ്റ്റിൻ്റെ യോഗേട്ട് നോക്കണ്ട. ഇതിൽ വേറെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. അപ്പോൾ ഇതാ ചക്കൻ്റെ ഒരു ഉപ്പേരി പോലെ വെച്ചിട്ടുണ്ട്. മീൻ വറുത്തതുണ്ട്, ചോറ്, പിന്നെ അതാ
തുറക്കാൻ പറ്റുന്നില്ല. ഒരു പച്ചക്കറി ഉണ്ട്, പിന്നെ മാങ്ങേൻ്റെ ഒരു ഐറ്റാട്ടോ അതുണ്ട്. അപ്പം നമുക്ക് ഇനി വേഗം പോയി റെഡി ആവാം. അപ്പം ഞങ്ങളൊരു സ്പീക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നേരം അതൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ്. ഞാൻ ആ സ്പീക്കറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം. നല്ല അടിപൊളി സ്പീക്കറാട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. ചോറുന്നാ വന്നപ്പോൾ അത് അപ്പോഴത്തേക്കായിരുന്നു വന്നത്. സമയം 2:30. ഇനിയിപ്പം ഏട്ടൻ്റെ കൂടെ മോനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോകും. എന്നതാ ഞങ്ങളൊരു 2:45 ആവുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി. 3 മണിയാകുമ്പോൾ അവന് സ്കൂൾ കഴിയും. അപ്പം അവനെ കൂട്ടിയിട്ടിനി വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മുടെ ഐവിയും കുട്ടൻ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ സമയം 4:30 ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു ചായയൊക്കെ കുടിക്കാം. അപ്പം ഒന്ന് നാട്ടിൽ നിന്ന് വന്നപ്പം കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പലഹാരം അങ്ങനത്തെ കുറച്ച് സാധനം കുടിക്കാം. അപ്പോൾ ഞാനൊന്ന് പുറത്ത് വന്നാൽ തിരുമ്പിയതൊക്കെ ഉണങ്ങിയോ? ഒക്കെ നനഞ്ഞെടുക്കുകയാണ്. അപ്പം എടുക്കേണ്ട പണിയില്ല, ഒക്കെ നനഞ്ഞെടുക്കാം. അപ്പം നമുക്ക് നേരെ ചായ കുടിക്കാം. ഞാൻ ഏട്ടൻ്റെ കൂടെ ആട്ടോ മോനെ കൂട്ടാൻ പോയത്. കുറച്ച് ഭാഗമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതാ വൈകുന്നേരത്തെ ചായ റെഡിയായി വരുന്നുണ്ട്. ചായ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാട്ടോ, പൊന്തി വരുമ്പോൾ സിമ്മാക്കും, പിന്നെ ഒന്ന് താഴോട്ട് പോകും. അപ്പോൾ ഞാൻ എന്താക്കും, അതൊന്ന് നന്നായിട്ട് താഴോട്ട് പോയിട്ട് പിന്നെ ഒന്നും കൂടി സ്പീഡ് കൂട്ടുക. കാണിച്ചു തരാം. താഴോട്ട് പോയി ഇനി സ്പീഡ് കൂട്ടിയേ നന്നായിട്ട് വന്നപ്പോൾ ഞങ്ങൾ പിന്നെയും സ്പീഡ് കുറയ്ക്കും. അങ്ങനെയാണ് കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ആക്കിട്ടോ. ഇങ്ങനെ ആരെങ്കിലും ചായ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു രസം അല്ലേ? അതാ അപ്പോൾ അതാ നല്ല ചായൻ്റെ മണമൊക്കെ വന്ന് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചായക്ക് എന്തൊക്കെയാണ് സ്നാക്സ് ഐറ്റംസ് നോക്കാം. നോക്ക്. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായയും കേക്കും പിന്നെ നുറുക്കും ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചിട്ട് ബാക്കി കാണാം. വൈകുന്നേരത്തേക്കല്ല, രാത്രിത്തേക്കുള്ള ഡിന്നർ പ്രിപ്പറേഷനാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു തുണി, അത് അലക്കി വെച്ചിട്ടുണ്ട്. ഇനി ആറിടാണ്ട്. ഇനിയിപ്പോൾ ഞാനപ്പം ചപ്പാത്തിക്കൊക്കെ കുഴച്ച് ഒട്ടിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതൊന്ന് വേഗം ചുട്ടെടുക്കണം. അതുപോലെ ഞാനിന്ന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് നേരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു നാട്ടിൽ നിന്ന് വന്നൊരു ദിവസത്തെ ഒരു വീഡിയോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.